ബീഹാർ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട്. ചിപ്ര നിയമസഭാ മണ്ഡലത്തിൽ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട 509 പേർക്ക് ഒരേ വിലാസത്തിൽ വോട്ട്. പിപ്ര മണ്ഡലത്തിൽ ഇല്ലാത്ത വീടിന്റെ പേരിൽ 489 പേർ വോട്ടർ പട്ടികയിലുണ്ട്. റിപ്പോർട്ടർ കളക്ടീവ് നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം ഇന്ന് 3 മണിക്ക് നടക്കാനിരിക്കെയാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. വിവരങ്ങളുമായി പിയാസിനുണ്ട്. സുനിൽ, ഇപ്പോൾ ബീഹാറിൽ വ്യാപക കള്ളവോട്ടെന്ന കണ്ടെത്തലാണ്. എന്താണ് റിപ്പോർട്ടർ കളക്ടീവ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് സുനിൽ? സ്മൃതി, കർണാടകത്തിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലെ വോട്ടർ പട്ടികയിലും ഇപ്പോൾ വ്യാപകമായ ക്രമക്കേട് എന്നാണ്, കള്ളവോട്ടുകൾ ചേർത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ റിപ്പോർട്ടർ കളക്ടീവ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. 3 മണ്ഡലങ്ങളാണ് റിപ്പോർട്ടർ കളക്ടീവ് പരിശോധിച്ചത്. പിപ്ര, ബാഗ, മോട്ടിഹാരി ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ നടത്തിയ വോട്ടർ പട്ടികയിലെ പരിശോധനയിൽ ചുരുങ്ങിയത് 80,000 വോട്ടുകളെങ്കിലും ഇത്തരത്തിൽ അനധികൃതമായ രീതിയിൽ വോട്ടുകളായി തന്നെ ഈ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടർ കളക്ടീവ് പുറത്തുവിടുന്ന വിവരം എന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിവൈസ്ഡ് വോട്ടർ പട്ടികയിൽ തന്നെയാണ് ഇത്രയും കള്ളവോട്ടുകൾ ചേർന്നതായുള്ള വിവരം വരുന്നത്. ഈ പിപ്ര മണ്ഡലത്തിലെ ഗലിംപൂർ എന്ന ഗ്രാമത്തിൽ ഒരു വീട്ടിന്റെ മേൽവിലാസത്തിൽ 509 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഈ 509 വോട്ടുകൾ എന്നത് വിവിധ മതത്തിൽപ്പെട്ട വിവിധ ജാതിയിൽപ്പെട്ട ആളുകളാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇനി അവർ നടത്തിയ അന്വേഷണത്തിൽ പറയുന്നത് അങ്ങനെ ഒരു വീടേ ഇല്ല, അങ്ങനെ ഒരു മേൽവിലാസമേ അവിടെ ഇല്ല എന്നതാണ്. രണ്ടാമത്തെ പിപ്ര മണ്ഡലത്തിലെ തന്നെ ഇതേ ഗ്രാമത്തിൽ, അതായത് ഗലിംപൂർ എന്ന ഈ ഗ്രാമത്തിൽ ഇതേ രീതിയിൽ 459 വോട്ടുകൾ കൂടി ചേർത്ത ഒരു മേൽവിലാസമുണ്ട്. ആ വീടും നിലവിലില്ല. ഇതുപോലെ ഈ പിപ്ര അതുപോലെ തന്നെ ഈ 3 മണ്ഡലങ്ങളിലായി 80,000 വോട്ടുകൾ ചേർത്തിരിക്കുന്നു. 243 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ബീഹാറിൽ. അപ്പോൾ ഒരു മണ്ഡലത്തിൽ 25,000 വോട്ടുകൾ വെച്ച് ചേർത്തിട്ടുണ്ട് എങ്കിൽ, ഇത്തരത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട് എങ്കിൽ ഏതാണ്ട് 60 ലക്ഷത്തിലധികം വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തിട്ടുണ്ടാകാനുള്ള സാധ്യതയും ഏതായാലും ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഓരോ വീടുകളുടെ പേരിൽ ചുരുങ്ങിയത് 100ഉം 50ഉം 200ഉം ഒക്കെ തന്നെ വോട്ടുകൾ അനധികൃതമായി ചേർത്തിരിക്കുന്നു. അത്തരത്തിൽ 3590 കേസുകൾ ഒരു മണ്ഡലത്തിൽ മാത്രം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടർ കളക്ടീവ് പറയുന്നത്. അതായത് ഒരു മേൽവിലാസത്തിൽ 20 മുതൽ അതിൽ കൂടുതൽ വോട്ടുകൾ ചേർത്തിട്ടുള്ള 3590 കേസുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടർ കളക്ടീവ് പറയുന്നത്. അപ്പോൾ ചില വീടുകളിൽ 90 പേരുകൾ ചേർത്തിരിക്കുന്നു, 100 പേരുകൾ ചേർത്തിരിക്കുന്നു, അതുപോലെ തന്നെ 248 പേരുകൾ ചേർത്തിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ മേൽവിലാസം മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു വീടേ ഇല്ല. അപ്പോൾ വ്യാപകമായ ക്രമക്കേട് ബീഹാർ വോട്ടർ പട്ടികയിലുമുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 65 ലക്ഷം വോട്ടുകൾ വ്യാജമാണെന്ന് കണ്ടെത്തി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞ ശേഷം പിന്നീട് പ്രസിദ്ധീകരിച്ച ബീഹാറിലെ വോട്ടർ പട്ടികയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. 3 മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ അതിൽ 80,000-ലധികം വോട്ടുകൾ ഇത്തരത്തിൽ കള്ളവോട്ടുകളാണെന്ന് പറയുമ്പോൾ 243 നിയമസഭാ മണ്ഡലങ്ങളിൽ എത്ര കള്ളവോട്ടുകൾ ബീഹാറിൽ ചേർത്തിട്ടുണ്ടാകും എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ റിപ്പോർട്ടർ കളക്ടീവ് എന്ന ഈ ഒരു മാധ്യമ സ്ഥാപനം ഉയർത്തുന്ന ചോദ്യം.